ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാനിപ്പോൾ വന്ന് വ്ളോഗ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്ന സമയം സാഹചര്യമില്ല. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കേട്ടോ. ഹെസമോള് ഇപ്പം നിലവിൽ ഡേ കെയറിലാണ്. 1 മണിക്കൂറുണ്ട്. ആ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ഫുഡെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് കുഞ്ഞിനെ പോയി കൂട്ടിക്കൊണ്ട് വരണം. അപ്പം ഇന്ന് സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയിട്ട് ഡയറക്റ്റ് പോയി കൂട്ടിക്കൊണ്ട് വരും. ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ചെറുതായിട്ട് എൻ്റെ അടുക്കളയിലെ പരിപാടികളും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചിക്കൻ കറി വെക്കാൻ വഴറ്റാൻ വേണ്ടി ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് വഴട്ടിയെടുക്കുക കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് നന്നായിട്ട് വഴട്ടി ആയതിന് ശേഷം ഇതിനകത്തേക്ക് ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഞാൻ അതിനായിട്ടൊരു പാത്രത്തിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഇതെൻ്റെ ഒരു കൂട്ടാട്ടോ, സ്പെഷ്യൽ കൂട്ടെന്ന് പറയാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വഴട്ടി വെച്ച ഉള്ളിയിലേക്കില്ലേ ഞാൻ ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കും. ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഏകദേശം ഒരു കഴിയുമ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ച ചിക്കനില്ലേ ഒരു 600 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. 600 ഗ്രാം ചിക്കൻ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കും കേട്ടോ. അങ്ങനെയാണ് തിളച്ച് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചിക്കനും കപ്പയും കൂടെ ആക്കാനാണ്. അങ്ങനെ ഇത് ഏകദേശം ആയി വരുന്നു ചിക്കൻ കറി. പിന്നെ ഞാൻ കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം മുളകിടാമെന്ന് വിചാരിച്ചിട്ട് കപ്പപ്പുഴുക്കില്ലേ, കപ്പപ്പുഴുക്കും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെന്തോ നോക്കണം. വെന്ത് നല്ല പൊടി പൊടി തന്നെ കപ്പയാന്ന് തോന്നുന്നു. അത്യാവശ്യം വെന്തിട്ടുണ്ട് കപ്പ കേട്ടോ. ഇനിയിപ്പം മുളക് വൈകുന്നേരം രാത്രി ഇട്ടാൽ ചൂടോടെ കഴിക്കാമല്ലോ. അങ്ങനെ എൻ്റെ അടുക്കളപ്പണികളും കാര്യങ്ങളെല്ലാം ഒതുങ്ങി കേട്ടോ. ആക്ച്വലി ഞാൻ ഹെസമോളെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് അടുക്കളപ്പണി തീർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവളുടെ കൂടെ ഇരുന്ന് കളിക്കാനും ചിരിക്കാനും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലേക്ക് പോയിട്ട് അടുക്കളയിലെ പണിയും കൊച്ചിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു വീട്ടിലെ അടുക്കളയിലെ പണിയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ചില സമയങ്ങളിൽ കേട്ടോ. ഒരുപാട് ദിവസങ്ങളിൽ ഞാൻ ആളെയും കൊണ്ടാണ് പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഭയങ്കര ചൂടാട്ടോ. എന്നാ ചൂടെന്നറിയാം. പുറത്തിറങ്ങി കഴിയുമ്പോൾ എത്ര രാത്രിയായാൽ പോലും ചൂട്. നമ്മുടെ നാട്ടിലെ കരികൾ കത്തിക്കാൻ നേരത്തെ ഒരു ചൂട് നമ്മുടെ ശരീരത്തേക്ക് അടിക്കത്തില്ല. ആ ഒരു ചൂട് കേട്ടോ പറ്റുന്നില്ല. മടുത്തു പോകും കേട്ടോ, നല്ല ചൂട്. അങ്ങനെയൊക്കെ. പിന്നെ എന്നാ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ എല്ലാവരുടെയും നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യം കേട്ടോ. നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോത്സാഹനമല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്നാ എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവളെന്നെ കളകളായിട്ട് പറയുന്നതെന്ന് കേട്ടോ. ശരിക്കും എന്നും ഓരോ കണ്ടൻറ്റൊക്കെ ഇടണമെന്ന്, പക്ഷേ സമയം സാഹചര്യം കിട്ടുന്നില്ലാത്തതുകൊണ്ട് ശരിക്കും എനിക്ക് നല്ലൊരു യൂട്യൂബ് ബ്ലോഗർ ആകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് കേട്ടോ ഗൈസ്, ഞാനിങ്ങനെ ഓരോ ദിവസം ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടൊന്നുമില്ല, കുക്കിംഗ് വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അത്രമാത്രം വലിയ സ്പെഷ്യലൊന്നുമില്ല. ഒരു ചിക്കൻ കറിയും കപ്പയും പുഴുങ്ങിയതുള്ളൂ. പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.